ഇത് വളരെ അപഹാസ്യമായ ഒരു അപഹാസ്യ നാടകം, തീർത്തും പരിഹാസ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നമ്മുടെ അതിനകത്തെ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കുൽസിത തന്ത്രങ്ങളെ നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ഏത് രാഷ്ട്രീയക്കാരനായാലും അത് ചെയ്യാനും പാടുള്ളതല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് സംശയാതീതമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയല്ല ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എം പി മറ്റൊരു എം പിക്ക് എതിരായിട്ട് കൂടോത്രം പ്രയോഗിച്ചു എന്നുള്ളത്. അതിൽ നമുക്ക് അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഉണ്ണിത്താൻ ഇദ്ദേഹത്തിനെതിരെ KPCC അധ്യക്ഷനെതിരെ കൂടോത്രം ചെയ്തു എന്നല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചറിയുന്നു. അദ്ദേഹം KPCC അധ്യക്ഷനും ആയ കെ സുധാകരനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയുമായി ചെന്ന് വീടിന്റെ പരിസരത്ത് നിന്ന് ഇത് കണ്ടെത്തുന്നതാണ് നമ്മൾ പറഞ്ഞു കേട്ട വിവരം. കെ സുധാകരൻ ഇതിനെ ഖണ്ഡിച്ചിട്ടില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും അതിനെ സ്വകാര്യമായിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നിടത്തൊന്നും ഖണ്ഡിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇതിനെപ്പറ്റി വാചാലനുമാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നത്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP എങ്ങനെ അറിയുന്നു കണ്ണൂർ MPയുടെ തറവാട്ടിനുള്ളിൽ ഈ ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ നടന്നിരിക്കുന്നു എന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അതാണ് ഞങ്ങളുടെ സംശയം. അല്ല, അപ്പോൾ അവിടെയാണ് അങ്ങനെ ഒരു സംശയം നിലനിൽക്കെ തന്നെ അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അതിനകത്ത് പോലീസ് അന്വേഷണമോ മറ്റൊന്നുമല്ല, അത് ഒരുപക്ഷെ ഈ പാർട്ടി സംവിധാനത്തിൽ കൂടി തന്നെ അത് കോൺഗ്രസിന് ചെയ്യാൻ ഉള്ള ഒരു ആധികാരികത കോൺഗ്രസ്സിൽ ഉണ്ട്. അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലെ മുൻപ് ഇതുപോലൊരു KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ ഗൗരീഷ് പട്ടത്തെ വീട്ടിലും 9 തവണ വീട്ടിലും ഇതുപോലെ ശ്രീ ജേക്കബ് ജോർജ് ഒക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതുമാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെയും ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ അന്നും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെ, ശരി. അല്ല, അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് പ്രസിഡന്റ് ഇരിപ്പിടത്തിന് താഴെ കെ സുധാകരന്റെ പേട്ടയിലെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്നും ഇതൊക്കെ സമാനം. അതായത് ഇവിടെ എല്ലാം പ്രവേശനമുള്ള ആളുകൾ തന്നെ ആയിരിക്കണമല്ലോ ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമല്ല കൂടോത്രമാണെന്നാണ്. അല്ലല്ല, അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടത്. അതിനുള്ള ബോധബലമായിട്ട് ശ്രീ ആരിഫ് ഹുസൈൻ പറയുകയുണ്ടായി. അതായത് അദ്ദേഹം തന്നെ നേരിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് ഉച്ചാടനം ചെയ്യാൻ വേണ്ടി, അല്ലാതെ ഈ ക്ഷുദ്രപ്രയോഗത്തിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റ് മന്ത്രവാദികളെ, ഈ കുതന്ത്രവാദികളെ തുരത്താൻ വേണ്ടി യഥാർത്ഥ മന്ത്രവാദികളെ കൊണ്ടുവന്ന് അവരിത് തപ്പിയെടുക്കുന്നു, പിന്നെ അത് ന്യൂട്രലൈസ് ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പറയും. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രപ്രയോഗം നടത്തുന്നത് തന്നെ അവരുടെ ബാഗിലും പിന്നെ പാത്രങ്ങളിലും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ടാണെന്ന് ആയിരിക്കണം ഒരുപക്ഷെ. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ കോഴിത്തല ഇങ്ങനെയൊക്കെയുള്ളത്. ഇതൊക്കെ ഈ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ദുർമന്ത്രവാദികൾ തന്നെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചിട്ട് നമ്മൾ, അതായത് ഈ പറയുന്ന മന്ത്രവാദികളെ അല്ലെങ്കിൽ മന്ത്രവാദികളെ അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്ന മന്ത്രവാദികളെ ഒക്കെ കുറ്റം പറയാം എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത നമ്മളെയൊക്കെ നയിക്കുന്നവർ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ ഒരു ബൗദ്ധിക നിലവാരമാണ്. അതെ, അവിടെയാണ് വളരെ പ്രസക്തമായ ചോദ്യം. അവിടെയാണ് ശ്രീ കെ സുധാകരൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം അത് വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ് എന്ന്. വിശ്വാസമില്ലാണ്ടാണ് പറയുന്നത്. അല്ലല്ല, അത് ഒരു പക്ഷേ ഒരു കൗതുകം കൊണ്ടോ ഒരു പരിഹാസ രൂപേണ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത്.